ഒന്നാമത്തേത്, ഈ അധ്യായത്തിൽ പറയപ്പെടുന്ന ഒന്നാമത്തെ മസ്അല അൽ ഹിക്മതു മിൻ ഖൽഖിൽ ജിന്നി വൽ ഇൻസ്. അള്ളാഹു എന്തിനാണ് മനുഷ്യനെയും ജിന്നിനെയും സൃഷ്ടിച്ചത് എന്നതിന്റെ ഹിക്മത്ത് ഇതിൽ വ്യക്തമാക്കപ്പെടുന്നുണ്ട്. എന്താണ് അതിനുള്ള തെളിവ്? അള്ളാഹു മനുഷ്യനെയും ജിന്നിനെയും എന്തിനു വേണ്ടി സൃഷ്ടിച്ചു എന്നാണ് അള്ളാഹ് പറയുന്നത്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹു മനുഷ്യനെയും ജിന്നിനെയും, മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് ഇബാദത്തുകൾ നിർവഹിക്കാനാണ് എന്നാണ്. ഇബാദത്തുകൾ നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യ സമൂഹത്തെയും ജിന്നുവർഗത്തെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. അതായത് ഈ ആയത്ത് നമ്മൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും കോർത്തു വെക്കേണ്ട, നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു ആയത്താണ്. നമ്മെ അള്ളാഹു സൃഷ്ടിച്ചത് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് എന്ന്. വിശുദ്ധ ഖുർആൻ പരിശോധിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ എവിടെയും നിങ്ങളുടെ ദുനിയാവിന്റെ കാര്യം അത് നിങ്ങൾ ശ്രദ്ധിക്കണം, ആ ദുനിയാവ് നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പാടില്ല, ദുനിയാവിലെ ഓഹരികൾ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്, നിങ്ങൾ ദുനിയാവ് കാര്യമായി സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്നിങ്ങനെയുള്ള ആയത്തുകൾ വളരെ ചുരുക്കാണ്. ദുനിയാവിനെ കുറിച്ച് ശ്രദ്ധിക്കണം എന്ന രൂപത്തിൽ വിശുദ്ധ ഖുർആൻ പറയുന്നത് വളരെ ചുരുക്കാണ്. ഹദീസുകൾ പരിശോധിച്ചാലോ, ഹദീസിലും അതുപോലെ തന്നെയാണ്. കാരണം മനുഷ്യനോട് ദുനിയാവിനെ കുറിച്ച് പറയേണ്ടതില്ല എന്നാണ്. മനുഷ്യന്റെ മനസ്സിൽ ഊട്ടപ്പെട്ടതാണ് ദുനിയാവിനോടുള്ള സ്നേഹം. അതുകൊണ്ടാണ് ഇടയ്ക്കിടെ വിശുദ്ധ ഖുർആൻ ആഖിറത്തിനെ കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇടയ്ക്കിടെ എന്ത് ചെയ്യുന്നുണ്ട്? വിശുദ്ധ ഖുർആൻ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ കേൾക്കുന്നത് എന്താ? ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖാ. നിങ്ങൾ ദുനിയാവിലെ ജീവിതത്തിനാണ് പ്രാമുഖ്യം നൽകുന്നത്, പക്ഷെ ആഖിറമാണ് ഏറ്റവും ഉത്തമമായതും ബാക്കിയാകുന്നതും ആഖിറമാണ് എന്ന്. വിശുദ്ധ ഖുർആനിൽ പലപ്പോഴായി ആഖിറത്തിലേക്കുള്ള പ്രോത്സാഹനവും, ആഖിറത്തിലേക്ക് നിങ്ങൾ മുന്നേറണം, ആഖിറത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ മത്സരിക്കണം എന്നിങ്ങനെ ആഖിറത്തിനെയാണ് വിശുദ്ധ ഖുർആൻ എപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് വളരെ പ്രാമുഖ്യത്തോടു കൂടി പറഞ്ഞിട്ടുള്ളത്. അത് എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ അവന്റെ ലക്ഷ്യം മറന്നുകൊണ്ട് ജീവിക്കുന്ന അവസ്ഥയുണ്ടാകും. ചില സന്ദർഭത്തിൽ ചില പരീക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ അവന്റെ ലക്ഷ്യം മറന്നുകൊണ്ട് അശ്രദ്ധനായി ദുനിയാവിനു വേണ്ടി ജീവിച്ചു തീർക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകും. അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇടയ്ക്കിടെ ആഖിറത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നമ്മുടെ നഫ്സിനെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കേണ്ട ഒരു വിഷയമാണ് ആഖിറത്തിന്റെ വിഷയമെന്നത്. എന്താണ് എന്റെ അവസ്ഥ? നാളെ ആഖിറത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്റെ കൂടെ ആരുണ്ടാകും? എന്റെ അമലുകളുടെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ അന്ന് ഒറ്റക്ക് അള്ളാഹുവിന്റെ മുന്നിൽ ഹിസാബിന് വിധേയമാകണം. അള്ളാഹു എന്നെ ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്യുന്ന സന്ദർഭത്തിൽ എന്തായിരിക്കും എന്റെ അവസ്ഥ എന്നിങ്ങനെ ആഖിറത്തിനെ കുറിച്ച് നമ്മൾ നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. അവിടെയാണ് നമ്മുടെ വിജയം. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്വർഗം കരസ്ഥമാക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ദേഹേച്ഛകളെ നമ്മൾ വെടിയേണ്ടതുണ്ട്. ഉലമാക്കൾ പറയുന്നത്, സഹൽ റഹിമഹുല്ല പറയുന്നത്, മിഫ്താഹുൽ ജന്നതി തർക്കുൽ ഹവ. ദേഹേച്ഛയെ ഒരാൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ആ ദേഹേച്ഛയെ ഒഴിവാക്കുക എന്നതാണ് സ്വർഗത്തിന്റെ താക്കോല് എന്നുള്ളതാണ്. ദേഹേച്ഛയെ ഒഴിവാക്കുക എന്നതാണ് സ്വർഗത്തിന്റെ താക്കോൽ. ദേഹേച്ഛ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് മന്ത്രിക്കുന്നത് പലപ്പോഴും തിന്മകളാണ്. ബാങ്ക് വിളിച്ചാലും ഇനിയും കുറച്ച് സമയമുണ്ട് എന്ന് പറഞ്ഞ് വൈകിപ്പിക്കുക എന്നത് നമ്മുടെ മനസ്സ് മന്ത്രിക്കുന്ന നമ്മുടെ ദേഹേച്ഛയാണ്. ആ ദേഹേച്ഛയെ തടുത്തു നിർത്തിക്കൊണ്ട് അതിനെ മറികടന്നുകൊണ്ടായിരിക്കണം നമ്മൾ പള്ളിയിലേക്ക് വന്നെത്തേണ്ടത്. കച്ചവടത്തിന്റെ വിഷയത്തിൽ ഒരാളെ വഞ്ചിച്ചു കഴിഞ്ഞാൽ എനിക്ക് ലാഭമുണ്ടാകും എന്ന് ഒരു മനുഷ്യനെ തോന്നിപ്പിക്കുന്നത് അവന്റെ ദേഹേച്ഛയാണ്. ആ ദേഹേച്ഛയെ മറികടക്കുന്നതിലൂടെയാണ് അവന് വിജയം കരസ്ഥമാക്കാൻ സാധിക്കുക എന്നാണ്. അവിടെയാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവ. എന്നാൽ ഒരുവൻ അവൻ അള്ളാഹുവിന്റെ മഖാമിനെ ഭയപ്പെടുന്നു, അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കണമല്ലോ എന്നതോർത്ത് അവൻ അള്ളാഹുവിനെ പേടിക്കുന്നു. എന്നിട്ടോ അവന്റെ ദേഹേച്ഛയെ, അവന്റെ ഹവയെ അവൻ തടുത്തു നിർത്തുകയും ചെയ്യുന്നു, അവന്റെ ഹവയെ അവൻ വെടിയുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അത്തരക്കാർക്കാണ് സ്വർഗമുള്ളത്. ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വ. അത്തരം ആളുകൾക്കാണ് അള്ളാഹു സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ദേഹേച്ഛകൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ അത് തിന്മയായിരിക്കുകയില്ല, മറിച്ച് ഹലാലായ കാര്യങ്ങളായിരിക്കാം.
എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് സമയം അത്തരം ഹലാലായ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ പോലും ഇബാദത്ത് ചെയ്യാനുള്ള ഒരുപാട് സമയം നമുക്കവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന ഓർമ്മ നമുക്കുണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈന്തപ്പന ഓലയിൽ മെടഞ്ഞ ഒരു പായയിൽ കിടക്കുന്ന സന്ദർഭത്തിലാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് കാണുകയും വല്ലാതെ വിഷമിക്കുകയും പ്രയാസപ്പെടുകയും എന്നിട്ട് റസൂലിനോട് ചോദിക്കുന്നുണ്ട്, അല്ലയോ റസൂലേ, താങ്കൾ ഇസ്ലാമിലെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പ്രവാചകനാണ് താങ്കൾ. അതുമാത്രമല്ല മുസ്ലിം ലോകം ഒന്നടങ്കം ആദരിക്കുന്ന വ്യക്തിത്വമാണ് താങ്കൾ. എന്നാൽ താങ്കൾ കിടന്നുറങ്ങുന്നതും വളരെ പ്രയാസം നിറഞ്ഞൊരവസ്ഥയിലാണ് താങ്കൾ കിടന്നുറങ്ങുന്നത്. താങ്കളുടെ പുറത്ത്, റസൂലിന്റെ പുറത്തുണ്ടാക്കിയ ആ ഒരു അടയാളം കണ്ടുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. കിസ്റക്കും കൈസറിനുമെല്ലാം വളരെ സുഖലോലുപരായി അവർ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ താങ്കൾ എന്തിന് ഈ ഒരു പ്രയാസം സഹിക്കണമെന്ന് ചോദിച്ച സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കുന്ന മറുപടി, ഇബ്നുൽ ഖത്താബ്, ഓ ഖത്താബിന്റെ മകനെ, അമാ തർല അൻ തകൂന ലഹുമുദ് ദുനിയ വലനൽ ആഖിറ, അവർക്ക് ദുനിയാവും നമുക്ക് ആഖിറവുമല്ലേ നീ തൃപ്തിപ്പെടുന്നത് ഉമറേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു എന്നാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തൊക്കെ നഷ്ടപ്പെട്ടാലും, എന്തൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് കുതറി മാറിയാലും നമുക്ക് ആഖിറമുണ്ട് എന്ന ചിന്തയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സമാധാനം നൽകേണ്ടത്. അതുകൊണ്ട് എപ്പോഴും ആഖിറത്തിനെ കുറിച്ച് ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇന്ന് മുസ്ലിം ഉമ്മത്ത് അനുഭവിക്കുന്ന പ്രശ്നം, മുസ്ലിം ഉമ്മത്ത് നേരിട്ട് കൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾ ചാനൽ ചർച്ചകളിൽ എപ്പോഴും മുസ്ലിം സമൂഹമാണ് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, യൂഷികു അൻ തദാഅ അലൈക്കുമുൽ ഉമമു മിൻ കുല്ലി ഉഫുകിൻ. റസൂൽ പറയാൻ, ഇങ്ങനൊരു സന്ദർഭം ഉണ്ടാകും, എല്ലാ ചക്രവാളത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും എല്ലാ സമൂഹവും മുസ്ലിം ഉമ്മത്തിനെതിരെ തിരിയുന്ന അവസ്ഥയുണ്ടാകും. കമാ തദാഅ അൽ അകലതു ഇലാ ഖസ്അതിഹാ, ജനങ്ങൾ ഭക്ഷണത്തിന്റെ തളികയിലേക്ക് ഒന്നിച്ചു വരുന്നത് പോലെ എല്ലാ ആളുകളും മുസ്ലിം ഉമ്മത്തിന് എതിരെയായി കൊണ്ടുവരും. ആ സമയത്ത് സ്വഹാബാക്കൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഫമിൻ ഖില്ലത്തിൻ യൗമഇദിൻ, അന്നേ ദിവസം മുസ്ലിമീങ്ങൾ വളരെ കുറവായിരിക്കുമോ? മുസ്ലിമീങ്ങളുടെ കുറവ് മൂലമാണോ ഈ പറയുന്ന ആളുകളെല്ലാം മുസ്ലിമീങ്ങളെ വേട്ടയാടുന്നത്, മുസ്ലിമീങ്ങളെ വിമർശിക്കുന്നത്? ആ സമയത്ത് സഹാബാക്കൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന മറുപടിയില്ല, ഒരിക്കലുമല്ല. വലാകിന്നകും ഗുസാഉൻ കഗുസാഇസ് സൈൽ, പക്ഷേ അന്ന് മുസ്ലിമീങ്ങൾ ഒരുപാട് മുസ്ലിമീങ്ങൾ ഉണ്ടാകും, പേരുകൊണ്ട് ഇസ്ലാം ആശ്ലേഷിച്ച ഒരുപാട് വ്യക്തികൾ ഉണ്ടാകും. പക്ഷേ അവർ ചണ്ടികളാണ്, അവർക്ക് ഈമാനില്ല, ദുർബലരായ ഈമാനോടുകൂടിയാണ് അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. യുജഅലുൽ വഹ്നു ഫീ ഖുലൂബിക്കും, അവരുടെ ഹൃദയങ്ങളിൽ അല്ലാഹു ദുർബലത ഇട്ടുകൊടുക്കുന്ന. വയുൻസഉർ റഅബു മിൻ ഖുലൂബി അദുവിക്കും, അവരുടെ ശത്രുക്കളുടെ ഹൃദയങ്ങളിൽ നിന്ന് മുസ്ലിമീങ്ങളോടുള്ള ഭയപ്പാട്, മുസ്ലിമീങ്ങളോടുള്ള പേടി അത് എടുത്തു മാറ്റപ്പെടുകയും ചെയ്യും. എന്ത് കാരണത്താൽ? ലിഹുബ്ബിക്കുമുദ് ദുനിയ, നിങ്ങൾ ദുനിയാവിനെ സ്നേഹിക്കുന്നു എന്നുള്ളത് കൊണ്ട്. വകറാഹിയതുകുമുൽ മൗത്ത്, നിങ്ങൾ മരണത്തെ വെറുക്കുകയും ചെയ്യുന്നു എന്നത് കാരണത്താൽ എല്ലാ ഉമ്മത്തും മുസ്ലിം സമൂഹത്തിനെതിരെ തിരിയുന്ന ഇന്ന് ഉമ്മത്തിന്റെ അവസ്ഥ പരിശോധിച്ചു കഴിഞ്ഞാൽ ഉമ്മത്തിലെ പല ആളുകളും ദുനിയാവിന് അടിമപ്പെട്ട് അതിന്റെ പിന്നാലെ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്, അതിന്റെ പിന്നാലെ നിരന്തരം മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അവസ്ഥ തന്നെ നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് എന്ന ഉത്തരം നമുക്ക് ലഭിക്കുമെന്ന്. അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് 24 മണിക്കൂർ സമയം നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ എത്രത്തോളം ആഖിറത്തിനെ ആഗ്രഹിച്ചുകൊണ്ട് ആഖിറത്തിന് ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ വളരെ തുച്ഛമായ സമയം മാത്രം, വളരെ തുച്ഛമായ സമയം. അതല്ലാത്ത പല സമയവും നമ്മൾ സംസാരിക്കുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും നമ്മൾ ആലോചിക്കുന്നതും എല്ലാം ദുനിയാവിന് വേണ്ടിയിട്ടാണ്, എല്ലാം ദുനിയാവിനെ കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ സംസാരങ്ങളും ആലോചനകളും പദ്ധതികളും ആവിഷ്കാരങ്ങളും എല്ലാം നമ്മൾ നടത്താറുള്ളത്. അവിടെ നിന്ന് മാറിക്കൊണ്ട് ആഖിറത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആഖിറത്ത് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് എപ്പോഴാണോ മുസ്ലിം ഉമ്മത്തിലെ ഓരോ ആളുകളും പ്രവർത്തിക്കുന്നത്, അന്ന് മുതൽ മുസ്ലിം ഉമ്മത്തിന്റെ പ്രതാപം അത് വീണ്ടെടുക്കാൻ സാധിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത് ഇബാദത്തിന് വേണ്ടിയിട്ടാണ്.
അതുകൊണ്ട് നമ്മൾ വിഷമിക്കേണ്ടത് എപ്പോഴാണ് ഇബാദത്തിൽ കുറവ് വരുന്നത് എന്നതിലാണ് നമ്മൾ വിഷമിക്കേണ്ടത്. അതല്ലാതെ ദുനിയാവിൽ എത്ര തന്നെ കുറവ് വന്നാലും അതിലൊന്നും യാതൊരു വിഷമവും നമ്മെ ബാധിക്കേണ്ടതില്ല എന്നാണ്. കാരണം ദുനിയാവിൽ കുറവ് വന്നു എന്നതുകൊണ്ട് ആഖിറത്തിലെ നമ്മുടെ സ്ഥാനത്തിന് യാതൊരു കുറവും സംഭവിക്കുകയില്ല. എന്നാൽ ഇബാദത്തിൽ കുറവ് സംഭവിച്ചാലോ അള്ളാഹുവിന്റെ അടുക്കൽ നമ്മുടെ സ്ഥാനത്തിന് കുറവ് സംഭവിക്കും എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. രണ്ടാമത്തെ മസ്അല അന്നൽ ഇബാദത ഹിയ തൗഹീദ്. ഇബാദത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തൗഹീദാണ്. തൗഹീദ് ഇല്ലാത്ത ഒരു ഇബാദത്തും ഇബാദത്തായി പരിഗണിക്കപ്പെടുകയില്ല. ത്വഹാറത്തില്ലാതെ, ശുദ്ധിയില്ലാതെ ഒരാൾ നിസ്കരിച്ചാൽ ആ നിസ്കാരം സ്വീകരിക്കാത്തതുപോലെ, ആ നിസ്കാരം നിസ്കാരമായി ഗണിക്കാത്തതുപോലെ തൗഹീദില്ലാത്ത ഇബാദത്ത് അത് ഇബാദത്തായി പരിഗണിക്കപ്പെടുകയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇല്ലാ ലിയഅ്ബുദൂൻ, അതിന്റെ അർത്ഥമായി കൊണ്ട് മുഫസ്സിരീങ്ങൾ പറയുന്നത് ഇല്ലാ ലിയുവഹിദൂൻ, അള്ളാഹുവിനെ മാത്രം ഒരാൾ ആരാധിക്കുമ്പോഴാണ് അത് യഥാർത്ഥ ആരാധനയായി മാറുന്നത് എന്നാണ് തൗഹീദിന്റെ അടിസ്ഥാനം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് അന അഗ്ന ശുറകാഇ അനി ശിർക്ക്, ഷിർക്കിനെ തൊട്ടും ഷിർക്ക് ചെയ്യുന്ന ആളുകളെ തൊട്ടും ഞാൻ പരിശുദ്ധനാണ്. മൻ അമില അമലൻ അശ്റക ഫീഹി മഇ ഗൈരി തറക്തുഹു വ ശിർക, എന്നിൽ പങ്കു ചേർത്തുകൊണ്ട് ആരെങ്കിലും ഒരു ഇബാദത്ത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ ഇബാദത്ത് ഞാൻ ഒഴിവാക്കും, അവനെയും ഞാൻ ഒഴിവാക്കുന്ന, അത് പരിഗണിക്കുകയില്ല എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. എന്നാൽ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. മുസ്ലിമീങ്ങളാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ഒരുപാട് വിഭാഗങ്ങൾ. ആ വിഭാഗത്തിൽ പല ആളുകളും തൗഹീദ് സംസാരിക്കാറേയില്ല, തൗഹീദിനെ കുറിച്ച് പറയാറേയില്ല. അത്തരം വിഭാഗത്തിൽപ്പെട്ട ഒരു കൂട്ടം ആളുകളാണ് തബ്ലീഗ് ജമാഅത്ത്. തബ്ലീഗ് ജമാഅത്ത് തൗഹീദ് പറയുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നിലക്കും അവർ തൗഹീദ് പറയുന്നില്ല എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുക. അപ്പോൾ സ്വാഭാവികമായും അടുത്ത ഒരു സംശയം ഉണ്ടാകുന്നത്, അവർ തൗഹീദ് പറയുന്നുണ്ടല്ലോ, റബ്ബിനെ പുകഴ്ത്തിക്കൊണ്ട് റബ്ബിനെ ആദരിക്കണമെന്നും ആ റബ്ബിന്റെ മഹാത്മ്യവുമെല്ലാം അവർ പറയുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ, പറയുന്നുണ്ട്. ഏത് ഭാഗം മാത്രമാണ് പറയുന്നത്? തൗഹീദുർ റുബൂബിയത്ത് മാത്രമാണ് പറയുന്നത്. അള്ളാഹുവാണ് സൃഷ്ടാവ്, അള്ളാഹുവാണ് ഖാലിഖ്, അള്ളാഹുവാണ് എല്ലാം നിയന്ത്രിക്കുന്നത്, അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭൂമിയിൽ ഓരോന്നും നടക്കുന്നത് എന്നിങ്ങനെ അള്ളാഹുവിന്റെ മഹത്വം അവർ ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത്. ഇസ്തിഗാസ ചെയ്യാൻ പാടില്ല, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച അർപ്പിക്കാൻ പാടില്ല, ഖബറിന്റെ അടുക്കൽ പോയി ഖബറാളിയോട് പ്രാർത്ഥിക്കാൻ പാടില്ല, അതേപോലെ തന്നെ വിലക്കപ്പെട്ട തവസ്സുൽ ചെയ്യാൻ പാടില്ല എന്നിങ്ങനെയൊന്നും സമൂഹത്തിൽ ഒരു നിലക്കും ഈ പറയുന്ന തബ്ലീഗ് ജമാഅത്തിലെ ആളുകൾ പറയുന്നില്ല എന്നതാണ് വാസ്തവം. അതായത് റുബൂബിയത്തിൽ മാത്രം ഒതുങ്ങിക്കൊണ്ടാണ് അവർ സംസാരിക്കാറുള്ളത്. എന്നാൽ മക്കയിലെ മുശ്രിക്കീങ്ങൾ പോലും അംഗീകരിച്ച വിഷയമാണെന്ത്? അള്ളാഹുവാണ് സൃഷ്ടാവ് എന്നത് അവർ അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തൗഹീദ് പറയുന്നു എന്ന് പറയുന്നത് ശരിയാകണമെങ്കിൽ തൗഹീദുൽ ഉലൂഹിയത്ത് എന്ത് ചെയ്യണം? ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കണം എന്നതാണ്. എന്നാൽ അത് തബ്ലീഗുകാർ വിവരിച്ചു കൊടുക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ അവർ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ മാർഗത്തിൽ നിന്ന് പുറത്താണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തബ്ലീഗ് ജമാഅത്തിലെ സ്ഥാപകനായി അറിയപ്പെടുന്നത് മുഹമ്മദ് ഇല്യാസ് ഇബ്നു മുഹമ്മദ് ഇബ്നു ഇസ്മായിൽ അൽ കാന്തലവി എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിന്റെ സ്ഥാപകൻ. ഇദ്ദേഹത്തിന്റെ തന്നെ ഇവരുടെ കിതാബായി, തബ്ലീഗുകാരുടെ കിതാബായി പരിചയപ്പെടുത്തുന്ന തബ്ലീഗെ നിസാബ് എന്ന് പറയുന്ന കിതാബ്, ആ കിതാബ് പരിശോധിച്ചു കഴിഞ്ഞാൽ അവരുടെ എല്ലാ ഖുറാഫാത്തും ആ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പല പള്ളികളിലും, തബ്ലീഗുകാരുടെ പല പള്ളികളിലും ഈ പുസ്തകം വായിക്കപ്പെടുകയും ഈ പുസ്തകം വിൽക്കുകയും അതോടൊപ്പം തന്നെ വളരെയധികം പ്രചാരണം കിട്ടിയ പുസ്തകം കൂടിയാണ് ഈ പറയുന്ന തബ്ലീഗെ നിസാബ് എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകത്തിൽ ഒരു കഥയായി പറയപ്പെടുന്നത് അഹ്മദ് റിഫായി എന്ന് പറയുന്ന വ്യക്തി. അഹ്മദ് റിഫായി എന്ന് പറയുമ്പോൾ ആരാണ് ഉദ്ദേശിക്കപ്പെടുന്നത്? റിഫായി ഷെയ്ഖാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പൊ റിഫായി ഷെയ്ഖിന്റെ കഥയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എങ്ങനെയാണ് അദ്ദേഹത്തിന് സുൽത്താനുൽ ആരിഫീൻ എന്ന പേര് ലഭിച്ചു എന്ന വിഷയം. എങ്ങനെയാണ് അദ്ദേഹത്തിന് സുൽത്താനുൽ ആരിഫീൻ എന്ന പേര് ലഭിച്ചു എന്ന വിഷയം. അത്
അവരുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, സമസ്തക്കാർ രചിച്ച പുസ്തകത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് പേര് കിട്ടിയെന്ന് പറയുമ്പോൾ തുടക്കം അള്ളാഹു മനസ്സിൽ വരികയും എന്നിട്ട് അള്ളാഹു പറഞ്ഞു കൊടുത്തു എന്നാണ്. നിന്റെ പേര് സുൽത്താനുൽ ആരിഫീനാണ് എന്ന് അള്ളാഹു പറഞ്ഞു കൊടുത്തു എന്നാണ്. ഇങ്ങനെ കള്ളങ്ങൾ നിരത്തി പറയാണ്. അള്ളാഹുവിന്റെ പേരിൽ കളവ്, റസൂലിന്റെ പേരിൽ കളവ്, സഹാബത്തിന്റെ പേരിൽ കളവ്, ഇങ്ങനെ കളവ് പറഞ്ഞു പോകാൻ. എന്നാൽ ഈ പറയുന്ന തബ്ലീഗിന്റെ കിതാബിൽ എന്താ ഉള്ളത്? അഹ്മദ് റിഫാഇ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം മക്കയിലേക്ക് വരികയും മക്കയിലേക്ക് വന്ന് ഉംറ ചെയ്ത് അങ്ങനെ ഉംറക്ക് നിർവഹിച്ച് മദീനയിലേക്ക് എത്തിയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റിഫാഇ ഷെയ്ഖിന്റെ കൈ ചുംബിക്കാൻ വേണ്ടി റസൂല് പുറത്തു വന്നു എന്ന് പറയുന്ന ഒരു കഥ ഉണ്ട്. ഇത് എല്ലാ ജനങ്ങളും കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 100,000-ൽ പരം ജനങ്ങൾ ഇത് കാണാൻ ഇടയായിട്ടുണ്ട് എന്ന് വരെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തിനേറെ അടുത്ത ഖുറാഫാത്ത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കഅബ ഇങ്ങോട്ട് വന്ന അവസ്ഥ വരെ ഉണ്ട് എന്ന്. ചില സ്വാലിഹ്യങ്ങളുടെ ഇങ്ങോട്ടേക്ക് കഅബ വന്ന് അവരെ ബഹുമാനിക്കുന്ന, അവരെ ആദരിക്കുന്ന അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട് എന്ന് വരെ ഇവർ എഴുതി വെച്ചിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് തൗഹീദ് പറയുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, മറിച്ച് അത് വളരെ കൃത്യമായി റസൂൽ എന്താണോ, ഏത് തൗഹീദാണോ പ്രവാചകന്മാർ പ്രബോധനം ചെയ്തത്, ആ തൗഹീദ് പ്രബോധനം ചെയ്താൽ മാത്രമാണ് യഥാർത്ഥ തൗഹീദിന്റെ വക്താക്കളായി മാറുക. അതല്ലാത്തിടത്തോളം കാലം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ചില പ്രവർത്തനങ്ങൾ മാത്രമായിട്ടാണ് അത് പരിഗണിക്കപ്പെടുക. അതുകൊണ്ട് യഥാർത്ഥ തൗഹീദിന്റെ ആളുകളാകണം. ജനങ്ങളുടെ ഇഷ്ടം പറ്റാൻ വേണ്ടി, ജനങ്ങളുടെ തൃപ്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ആളുകൾ തൗഹീദ് പറയാതിരിക്കുന്നത്. പറയാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാ, ജനങ്ങളുടെ ഇഷ്ടം കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവിടെ ഉണ്ടായിരുന്ന ശത്രുക്കൾ എന്താ പറഞ്ഞത്? ഞങ്ങളുടെ പിതാക്കന്മാർക്ക് അറിയാത്തതാണ് റസൂലെ താങ്കൾ കൊണ്ടുവരുന്നത് എന്ന്, ഞങ്ങൾക്കിടയിൽ ഐക്യം തകർത്തവനാണ് താങ്കൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് നബി ഈ പറയുന്ന വിമർശനങ്ങളെല്ലാം ഏറ്റെടുക്കേണ്ടി വന്നത്? എന്തുകൊണ്ടാ? ഉലൂഹിയത്ത് പറഞ്ഞതുകൊണ്ടാണ്. അള്ളാനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന ആശയം വളരെ ശക്തമായി പറഞ്ഞതിന്റെ പേരിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ പരീക്ഷണവും നേരിട്ടത്. ഇതാണ് ഒന്നാമത്തെ വിഭാഗം ആളുകൾ. രണ്ടാമത്തെ വിഭാഗം ആളുകൾ ജമാഅത്തെ ഇസ്ലാമിയ. സാധാരണ മലയാളത്തിൽ പറയാറുണ്ട്, അഴകുള്ള ചക്കയിൽ ചുള ഉണ്ടാകൂല എന്ന് പറയലുണ്ട്. അതുപോലെയാണ് ജമാഅത്തെ ഇസ്ലാമിന്റെ അവസ്ഥ. അതായത് യാതൊരു ഇസ്ലാം ഒന്നില്ല, അതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റൂല എന്ന്. ഇസ്ലാമിന്റെ ഒരു നിലക്കുമുള്ള അധ്യാപനങ്ങളും ഒരു ഷിയാറും കാത്തു സൂക്ഷിക്കാത്തവരാണ് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമികൾ. വളരെ അപകടം പിടിച്ച വിഭാഗം. ഇവരിലേക്ക് എത്തിപ്പെട്ടു കഴിഞ്ഞാൽ പേരിൽ മുസ്ലിമായും എന്നാൽ അതോടൊപ്പം തന്നെ ലിബറലായും ജീവിക്കുന്ന ഒരവസ്ഥയാണ് പല യുവാക്കളിലും കണ്ടുവരുന്നത്. എല്ലാ നിലക്കുമുള്ള തിന്മകൾ ഉണ്ടാകും, എന്നാൽ പേരിനോ മുസ്ലിമായിരിക്കും. എല്ലാം പറ്റും, മ്യൂസിക്കും പറ്റും, റാത്തീബിന്റെ ചോറും പറ്റും. എന്നാ റാത്തീബ് പറ്റുമെന്ന് ചോദിച്ചാലോ അത് പറ്റൂല. തിന്നാനുള്ളതോ അത് അവർക്ക് പറ്റും ചെയ്യും. അപ്പൊ ഈ പറയുന്ന ഒരു നിലപാടുമില്ലാത്ത, ഒരു നിലക്കും സമൂഹത്തിൽ യാതൊരു നിലപാടില്ലാതെ വർത്തിക്കുന്ന ഒരു വിഭാഗമുണ്ടെങ്കിൽ അത് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന വിഭാഗം. അവർ മുസ്ലിമീങ്ങളെ, മുസ്ലിം ഉമ്മത്തിന്റെ വളരെയധികം, മുസ്ലിം ഉമ്മത്തിനെ ജനങ്ങൾക്കിടയിൽ മോശമായി ചിത്രീകരിക്കുന്നിടത്ത് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് വലിയ പങ്കുണ്ട്. അതായത് ഇസ്ലാം തീവ്രവാദമാണെന്നും ഇസ്ലാം തീവ്രവാദത്തിന് പ്രോത്സാഹനം നൽകുന്നുണ്ട് എന്നുമെല്ലാമുള്ള വായനകൾ എന്നിങ്ങനെയുള്ള ആശയങ്ങൾ ജനങ്ങൾക്കിടയിൽ, സാധാരണ ജനങ്ങൾക്കിടയിൽ പ്രചരിക്കപ്പെടാനുള്ള കാരണം ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ചില ഒളി അജണ്ടകളും അവർ പ്രചരിപ്പിക്കുന്ന വളരെ നികൃഷ്ടമായ ആശയങ്ങളുമാണ് അതിന്റെ കാരണം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതായത് ഈ പറയുന്ന തീവ്രവാദത്തിന് പ്രോത്സാഹനം നൽകുന്ന ആളുകളാണ്, കലഹങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പ്രോത്സാഹനം നൽകുന്ന ആളുകളാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന വിഭാഗം. ഇവരുടെ അവസ്ഥ എന്താ? ഇവര് തൗഹീദ് പറയുന്നുണ്ടോ എന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇവരും ഇതേപോലെയാണ്. ഉലൂഹിയത്തുമായി ബന്ധപ്പെട്ട തൗഹീദ് ഇവർ വിവരിച്ചുകൊണ്ട് വ്യക്തമാക്കിക്കൊണ്ട് ഇവർ പറയാറില്ല എന്നതാണ് വസ്തുത. ഒരു സെർച്ച് നമ്മൾ യൂട്യൂബിൽ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ പ്രസംഗങ്ങൾ നമുക്ക് ലഭ്യമാണ്. എവിടെയാണ് ഉലൂഹിയത്തിനെതിരെ, ഉലൂഹിയത്തുമായി ബന്ധപ്പെട്ടുള്ള തൗഹീദ് ശക്തമായി സ്ഥാപിക്കുന്ന ഇവരുടെ പ്രസംഗങ്ങൾ നമുക്ക് കാണാൻ പറ്റൂല. വളരെ വിരളമായിരിക്കും. 1-2 പ്രസംഗങ്ങളാണ് എന്ത് ചെയ്യാം, ഏറിപ്പോയാൽ നമുക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ടാണ് പറയുന്നത്, ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയും തൗഹീദിന്റെ വിഷയത്തിൽ വളരെ വലിയ പിഴവ് അവർക്ക് സംഭവിച്ചിട്ടുണ്ട്.
അവരുടെ വളരെ പ്രധാനപ്പെട്ട ചില പണ്ഡിതന്മാർ എഴുതി വെച്ചത്, അവരുടെ ചില മാഗസിനുകളിൽ, ഹലാറത്തുൽ ഇസ്ലാം എന്നൊക്കെ പറയുന്ന മാഗസിനുകളിൽ എഴുതി വെച്ചത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മരണത്തിന് ശേഷവും ഇസ്തിഗ്ഫാർ തേടാം, റസൂലിനോട് പാപമോചനം തേടാം, അതേപോലെ തന്നെ റസൂലിനോട് പാപമോചനം തേടുന്ന കവിതകൾ, ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ രചിച്ചിട്ടുണ്ട് എന്ന്. സാധാരണ സക്കരിയ സ്വലാഹി ഹഫളഹുല്ല വളരെ ശക്തമായ ഭാഷയിൽ ഇവരെ കുറിച്ച് പറയാറുള്ളത്, ഇത് പറയാൻ പറ്റോ ഇല്ലെന്നറിയില്ല, എന്തായാലും പറയാം. അതായത് ക്ലോസറ്റിലെ വെള്ളം പോലെയാണ് ജമാഅത്തെ ഇസ്ലാമീന, കൂടുമില്ല കുറവില്ല. ഏതെങ്കിലും നാട്ടിലുണ്ടെങ്കിൽ ഇതായിരിക്കും ഇവരുടെ അവസ്ഥ എന്നാണ്. കാരണം നിലപാടില്ല, യാതൊരു നിലപാടില്ല. നമ്മുടെ കുടുംബത്തിലൊക്കെ ചില ആളുകൾ ഉണ്ടാകും, ഒരു നിലപാടില്ലാതെയാണ് എന്ത് ചെയ്യാം സംസാരിക്കുക. എന്നാ തൗഹീദ് ഉണ്ടോന്ന് ചോദിച്ചാലോ തൗഹീദ് ഉണ്ട്, എന്നാ ഷിർക്കുണ്ടോന്ന് ചോദിച്ചാലോ ഷിർക്കും എന്ത് ചെയ്യും ഓനിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ട് വളരെ അപകടകാരികളാണ് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന വിഭാഗം. വളരെ വ്യക്തമായ തെളിവുകൾ വെച്ചുകൊണ്ട് അവർക്കെതിരെ നമുക്ക് സംസാരിക്കാൻ സാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇത് അതിൻ്റെ ഒരു വേദി അല്ലാത്തത് കൊണ്ട് തന്നെ അത് ഇവിടെ സൂചിപ്പിക്കുന്നില്ല എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. നാലാമത്തേത് അൽ ഹിക്മതു ഫി ഇർസാലി അർ-റുസുൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിച്ചത്, അതിന്റെ ഹിക്മത്ത് എന്താണ് എന്നുകൂടി ഇതിൽ പഠിപ്പിക്കുന്നുണ്ട്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അനിഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. എല്ലാ പ്രവാചകന്മാരെയും അയച്ചത് തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ പ്രവാചകന്മാരെയും അയച്ചത് തൗഹീദ് പഠിപ്പിക്കാൻ. അതുകൊണ്ട് തന്നെ പ്രബോധനത്തിന്റെ കാതലായ വശം അത് തൗഹീദാണ്. ആദ്യമായി ജനങ്ങൾക്ക് എത്തേണ്ടത് ആ തൗഹീദാണ്. അത് എത്തിയിട്ടില്ല എങ്കിൽ പിന്നെ എന്ത് പൂർത്തീകരിക്കപ്പെട്ടിട്ടും യാതൊരു ഫലവുമില്ല എന്ന്, യാതൊരു ഫലവും അതുകൊണ്ട് കാണാൻ പറ്റൂല. അതുകൊണ്ട് ഏതൊക്കെ ആളുകൾ തൗഹീദ് പറയാതെ പ്രബോധനം നടത്തുന്നുണ്ടോ ആ പ്രബോധനത്തെ എല്ലാം വളരെ അധികം സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ കാണേണ്ടത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അഞ്ചാമത്തേത് അന്ന റിസാലത അമ്മത് കുല്ല ഉമ്മ. എല്ലാ ഉമ്മത്തിലേക്കും പ്രവാചകന്മാർ നിയോഗിതമായിട്ടുണ്ട്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല. എല്ലാ ഉമ്മത്തിലേക്കും റസൂലിനെ അയച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാ ഉമ്മത്തിലേക്കും റസൂലിനെ അയച്ചു എന്ന് പറയുന്നത് ചില ആളുകൾക്കുള്ള മറുപടി കൂടിയാണ്. അതായത് ചില ആളുകൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിക്ക് അമിതമായ പ്രാധാന്യം കൊടുക്കുന്ന ആളുകളുണ്ട്. ബുദ്ധിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഖുർആനിനെക്കാളും ഹദീസിനെക്കാളും ആദ്യമായി അവർ കാണുന്നത്. അവർക്കുള്ള മറുപടി കൂടിയാണ് ഈ ആയത്ത്. ബുദ്ധി മാത്രം മതിയായിരുന്നെങ്കിൽ, ബുദ്ധി മാത്രം പ്രമാണമായി മതിയായതാണെങ്കിൽ എന്തുകൊണ്ട് പ്രവാചകന്മാരെ അയക്കണം? ആ പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചു എന്നത് അത് വ്യക്തമാക്കുന്നത് ബുദ്ധി മാത്രം ഒരിക്കലും ചെയ്യൂല, പ്രമാണമായി മതിയാവുകയില്ല എന്ന്. പ്രമാണത്തെ മനസ്സിലാക്കുന്നിടത്ത് അതിന്റെ താഴെയാണ് എന്ത് ചെയ്യാ അഹ്ലുസുന്ന ബുദ്ധിയെ കാണുക. അതല്ലാതെ അഹ്ലുൽ ബിദ്അത്തിന്റെ ആളുകൾ ബുദ്ധിക്ക് പ്രാമുഖ്യം നൽകുകയും ആ ബുദ്ധി വെച്ച് ഖുർആനിനെയും ഹദീസിനെയും വ്യാഖ്യാനിക്കുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ അതേ സമയത്ത് സലഫികൾ, കഴിഞ്ഞുപോയ സലഫുകൾ, അവർ ചെയ്തിട്ടുള്ളത് ഖുർആനും ഹദീസും അതിനാണ് മുൻഗണന. അതിനോടൊത്തിട്ടാണ് എന്ത് ചെയ്യാ ബുദ്ധി നീങ്ങുക എന്നുള്ളതാണ്. കാരണം ബുദ്ധിയെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. ആ ബുദ്ധി ഒരിക്കലും ചെയ്യൂല സ്വരീഹുൽ അഖൽ, വ്യക്തമായ ബുദ്ധിയുള്ള ഒരാൾ, അയാളുടെ ബുദ്ധി ഖുർആനിനോ ഹദീസിനോ എതിരാവുകയില്ല എന്ന്. എന്നാൽ വക്രീകരിക്കപ്പെട്ട ആശയങ്ങൾ മാറുകയും സ്വന്തം പ്രകൃതം ഫിത്രത്ത് തന്നെ മാറ്റപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത്തരം ആളുകളുടെ ബുദ്ധി ചിലപ്പോൾ എന്ത് ചെയ്യും ഖുർആനിനോടും ഹദീസിനോടും എതിരായി എന്ന് വരാം. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ഒരിക്കലും വ്യക്തമായ സ്വരീഹുൽ അഖ്ല് ബുദ്ധി എന്നത് ഖുർആനിനോടോ ഹദീസിനോടോ എതിരാവുകയില്ല. കാരണം അത് അല്ലാഹുവാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അവതരിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നത്, ഈ വിശുദ്ധ ഖുർആൻ എങ്ങാനും നിങ്ങളാണ് അവതരിപ്പിച്ചിരുന്നതെങ്കിലോ പരസ്പരം വൈരുദ്ധ്യം നിങ്ങൾക്ക് കാണാമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആറാമത്തേത് അന്ന ദീനൽ അംബിയാഇ വാഹിദുൻ. അംബിയാക്കളുടെ ദീന് എന്നത് ഒറ്റ ദീനാണ്. എല്ലാ ആളുകളുടെയും അഖീദ ഒന്നാണ്. എല്ലാ ആളുകളുടെയും അഖീദ ഒന്നാണ്. അഖീദയിൽ യാതൊരു വ്യത്യാസമില്ല. എല്ലാ ആളുകളും തൗഹീദ് പ്രബോധനം ചെയ്തിട്ടുണ്ട്, ആഖിറത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, റിസാലത്തിനെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. എല്ലാം അഖീദയും ഒന്നാണ് എന്നുള്ളതാണ്. അഖീദയിൽ യാതൊരു വ്യത്യാസവും. എന്നാൽ ഫിഖ്ഹിന്റെ വിഷയത്തിൽ, കർമ്മശാസ്ത്രത്തിന്റെ വിഷയത്തിൽ ഓരോ പ്രവാചകന്മാരുടെയും കാലത്ത് വ്യത്യാസമുണ്ടായിരുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും ഹദീസുകൾ പഠന വിധേയമാക്കുമ്പോഴും നമുക്ക് മനസ്സിലാവുക. ഉദാഹരണത്തിന് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലത്ത് അവരെ സംബന്ധിച്ചിടത്തോളം സുജൂദ് ചെയ്യുക എന്നതിന്റെ വിധി എന്തായിരുന്നു?
സുജൂദ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. സൃഷ്ടികളുടെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന അവസ്ഥാവിശേഷം ഉണ്ടായിരുന്നു. അന്നതെന്തല്ല, അന്ന് ഷിർക്കിന്റെ ഗണത്തിലല്ല ആ സുജൂദ് എണ്ണീട്ടുള്ളത്, മറിച്ച് ആദരവ് എന്ന നിലക്കാണ്. എന്നാൽ അതേ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിലേക്ക് എത്തുമ്പോൾ അതെന്തായി മാറിയിട്ടുണ്ട്? ഒരു നിലക്കും ഒരാളുടെ മുമ്പിലും സുജൂദുകൾ അർപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതേപോലെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കൾ ആരെയാണ് കല്യാണം കഴിച്ചത്? സ്വന്തം കുടുംബത്തിൽ നിന്നാണ്, സ്വന്തം അനുജത്തിമാരെയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. അതെന്താണ്? അവർക്കത് അനുവദനീയമായിരുന്നു. എന്നാൽ ശേഷക്കാർക്കോ അത് അനുവദിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കർമ്മശാസ്ത്രത്തിന്റെ വിഷയത്തിൽ വ്യത്യാസമുണ്ട്, എന്നാൽ അടിസ്ഥാന വിഷയത്തിൽ യാതൊരു വ്യത്യാസവുമില്ല. എല്ലാ പ്രവാചകന്മാരും ഒരേ ആശയമാണ് ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നാണ്. ഇതാണ് ആറാമത്തെ മസ്അല. എല്ലാ അമ്പിയാക്കളുടെയും ദീന് ഒറ്റ ദീനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ മദ്ഹബിന്റെ ഉലമാക്കൾ, എത്ര മദ്ഹബുകളാണുള്ളത്? അറിയപ്പെട്ട എത്ര മദ്ഹബുകൾ? 4 മദ്ഹബുകളാണ്. അറിയപ്പെട്ട 4 മദ്ഹബുകളാണ്. ഈ 4 മദ്ഹബിന്റെയും അഖീദ ഒന്ന് തന്നെയാണ്. ഈ 4 മദ്ഹബിന്റെയും അഖീദ ഒന്ന് തന്നെയാണ്. എന്നാൽ ചില ആളുകൾ അത് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്, ജനങ്ങളെ പൊട്ടീസാക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. ഇമാം ഷാഫിഈ റഹിമഹുല്ലയുടെ മദ്ഹബ് അതല്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അതൊരിക്കലും ശരിയല്ല. കഴിഞ്ഞു പോയ 4 ഉലമാക്കളുടെയും അഖീദയിലെ വിശ്വാസം ഒറ്റ വിശ്വാസം. അത് എങ്ങനെയാണോ സലഫുകൾ വിശ്വസിച്ചത്, സ്വഹാബാക്കൾ വിശ്വസിച്ചത്, അതേ പ്രകാരം. എന്നാൽ അവർക്കിടയിൽ ഫിഖ്ഹിന്റെ വിഷയത്തിൽ, കർമ്മശാസ്ത്രത്തിന്റെ വിഷയത്തിൽ എന്തുണ്ടായിട്ടുണ്ട്? വളരെ വലിയ ഭിന്നാഭിപ്രായങ്ങൾ പരസ്പരം ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 7ാമത്തെ മസ്അല അൽ മസ്അലത്തുൽ കബീറ, വളരെ വലിയ മസ്അലയാണ്. അന്ന ഇബാദത്തുല്ലാഹി ലാ തഹ്സുലു ഇല്ലാ ബിൽ കുഫ്രി ബിത്താഗൂത്ത്. ഇബാദത്താകണമെങ്കിൽ, ഒരു മുവഹിദ് ആകണമെങ്കിൽ ഓൻ തൗഹീദ് മാത്രം പറഞ്ഞാൽ പോരാ, ഓൻ ഷിർക്കിനെ എതിർക്കുകയും ചെയ്യണം. താഗൂത്തിനെ എതിർക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അവൻ മുവഹിദ് ആവുകയുള്ളൂ. ഒരാൾ എല്ലാ ദിവസവും തൗഹീദ് പറയുന്നുണ്ട്, നിങ്ങൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് ഷിർക്ക് ചെയ്യരുത് എന്നോ ഷിർക്കിന്റെ വ്യത്യസ്ത രൂപങ്ങൾ ജനങ്ങൾക്ക് താക്കീത് നൽകുകയോ ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ ഓൻ എന്തായി പരിഗണിക്കാൻ പറ്റൂല? മുവഹിദായി പരിഗണിക്കാൻ പറ്റൂല. ഇപ്പോൾ കുറെ ആളുകൾ, പല ആളുകളും ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് നല്ല നല്ല മെസ്സേജുകൾ നൽകുന്ന സംസാരിക്കുന്ന ഒരുപാട് ആളുകൾ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. എന്നാൽ ഇവരെല്ലാം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ അടിസ്ഥാനം എന്താണ്? ഇവരെ തൗഹീദുള്ള ആളുകളാണോ അല്ലേ എന്നൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല, മനസ്സിലാക്കാൻ പറ്റാത്ത കോലത്തിലാണ് ഇവരുടെ അവസ്ഥ ഉണ്ടാകുക. തൗഹീദ് ഇവരെ പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തൗഹീദ് പറയുന്നുണ്ടെന്നാൽ എന്ത് എതിർക്കുന്നില്ല? ഷിർക്കിനെ എതിർത്ത് കാണുന്നില്ല എന്നുള്ളതാണ്. കാരണം ഷിർക്കിനെ എതിർത്ത് കഴിഞ്ഞാൽ എന്തുണ്ടാകും? സ്വാഭാവികമായിട്ടും ഇവൻ ഇപ്പൊ കിട്ടിയ റീച്ച് എന്ത് ചെയ്യൂല, കുറച്ച് കഴിഞ്ഞാൽ ഷിർക്കിനെ എതിർത്ത് കഴിഞ്ഞാൽ കിട്ടൂല എന്നുള്ളതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യൂല, ഷിർക്കിനെ എതിർക്കൂല, ന്യൂട്രലായിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ പോകും. അങ്ങനെ കുറെ മുഫ്തിമാരുണ്ട്. ഒരു ഫത്വ കൊടുക്കാൻ അർഹതയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് എങ്ങനെയാണ് മുഫ്തി എന്നുള്ള പേര് കിട്ടി എന്നുള്ളത് പോലും നമ്മൾ സംശയിക്കപ്പെടേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ, അവരെ ഒരു നിലക്കും എന്ത് ചെയ്യാൻ പറ്റൂല, നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയോ അവരെ പ്രൊമോട്ട് ചെയ്യുവാനോ നമുക്ക് ഒരു നിലക്കും പാടില്ല എന്നുള്ളതാണ്. കാരണം പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളും പ്രവാചകന്മാരുടെ പ്രബോധന രീതിക്കും എതിരാണെന്ത്? ഈ പറയുന്ന ആളുകളുടെ പ്രബോധന രീതി. അതുകൊണ്ട് എത്ര നല്ല സംസാര വൈഭവമുള്ള വ്യക്തിയാണെങ്കിലും ശരി, അദ്ദേഹം തൗഹീദ് പറയുകയും ഷിർക്കിനെ എതിർക്കുകയും ചെയ്യാത്തിടത്തോളം കാലം എന്ത് ചെയ്യാൻ പറ്റൂല, അത്തരം ആളുകളുടെ സംസാരത്തിലേക്ക് നമ്മൾ ചെവി കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. കാരണം ഇത് ദീനാണ്. ദീന് എന്ന് പറയുമ്പോൾ ആരിൽ നിന്ന് കേൾക്കണം, എങ്ങനെയുള്ള ആളുകളിൽ നിന്ന് കേൾക്കണം എന്നത് മുൻഗാമികൾ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കേൾക്കുന്നിടത്ത് തൗഹീദ് പറയുകയും ഷിർക്കിനെ എതിർക്കുകയും ചെയ്യുന്ന ആളുകളുടെ പ്രസംഗങ്ങളും ക്ലാസ്സുകളുമാണ് നമ്മൾ കേൾക്കേണ്ടത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഒരാൾ ഷിർക്ക് ചെയ്തു എന്നതുകൊണ്ട് അദ്ദേഹം മുശ്രിക്കാകൂ? ഒരാൾ ഷിർക്ക് ചെയ്തു എന്നതുകൊണ്ട് അയാൾ എന്താകൂല, മുശ്രിക്കാവുകയില്ല എന്നാണ്. ഏതുപോലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് ഹദീസുകളിലൂടെ പറഞ്ഞൊരു വിഷയമാണ്, പലിശ തിന്നുന്നവൻ അവൻ അള്ളാഹുവിന്റെ ശാപമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം അവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് അവനെ നമുക്ക് വിളിക്കാൻ പറ്റോ? ഇല്ല, അത് വേറെ വിഷയമാണ്. അതുകൊണ്ട് ഷിർക്ക് ചെയ്തു എന്നതുകൊണ്ട് ഇന്ന വ്യക്തി മുശ്രിക്കാണ് എന്ന് പറയാൻ നമുക്ക് എന്തില്ല,
അനുവാദമില്ല. അതിന് ചില ഷർത്തുകൾ വെക്കണം. ഷർത്തുകൾ ഒത്താൽ മാത്രം പോരാ, ചില തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങളും കൂടി നീങ്ങണം. കാരണം അവന് സംശയം ഉണ്ടാകും, അവന്റെ ഉസ്താദുമാര് പഠിപ്പിച്ചു കൊടുത്തത് ആ രൂപത്തിലായിരിക്കും. അതൊക്കെ നീങ്ങിക്കഴിഞ്ഞാലേ അവൻ മുശ്രിക്കാണ് എന്ന ഹുക്കുമിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ എന്നാണ്. അവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മുശ്രിക്കാക്കുക കാഫിറാക്കുക എന്നുള്ള പണി ആര് ചെയ്യേണ്ട പണിയല്ല, സാധാരണക്കാര് ചെയ്യേണ്ട പണിയല്ല, മതവിദ്യാർത്ഥികൾ ചെയ്യേണ്ട പണിയുമല്ല. മറിച്ച് ആരാ ചെയ്യേണ്ടത്? ഉലമാക്കളാണ്. കിബാറായ ഉന്നതന്മാരായ ഉലമാക്കൾ ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട വിഷയമാണ് ഇന്ന വ്യക്തി മുശ്രിക്കാണോ അല്ല ഇന്ന വ്യക്തി കാഫിറാണോ എന്ന വിഷയം. എന്നാൽ ഇന്ന് സമൂഹത്തിൽ പുതുതായി വന്ന ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്, ഇങ്ങനെ ആൾക്കാരെന്ത് ചെയ്യാം, ഷിർക്ക് ചെയ്യുന്ന ആൾക്കാരെ ഇന്ന വ്യക്തി മുശ്രിക്കാണ്, ഇന്ന വ്യക്തി മുശ്രിക്കാണ് എന്ന് പറയുന്ന രൂപത്തിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സ്ഥിതിഗതി മാറിയിട്ടുണ്ട് എന്നാണ്. എനിക്ക് തന്നെ ഓർമ്മയുണ്ട്, എന്നോടൊരു വ്യക്തി സംസാരിച്ചു. അതായത് എനിക്ക് ഈ പറയുന്ന എ പി ഉസ്താദിന്റെ മകന്റെ ഒരു വീഡിയോ അയച്ചെന്നു. എന്നിട്ട് അതിൽ അദ്ദേഹം പറയുന്നത് ബദരീങ്ങളോട് പ്രാർത്ഥിച്ചതിന്റെ പേരിലാണ് എന്ത് ചെയ്തത്, ഈ പറയുന്ന നോളജ് സിറ്റി ഒക്കെ ഇത്ര ഉഷാറായി വന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, ഇദ്ദേഹം മുശ്രിക്കാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇദ്ദേഹം പറഞ്ഞത് ശിർക്ക് തന്നെയാണ്, ഒരു സംശയമില്ല. കുഫ്ർ തന്നെയാണ് ഇദ്ദേഹം പറഞ്ഞത്, ഒരു സംശയമില്ല ആ വിഷയത്തിൽ. പക്ഷെ ഇദ്ദേഹം മുശ്രിക്കാണോ എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റൂല, നമുക്ക് പറയാൻ പറ്റുന്ന വിഷയമല്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് പറഞ്ഞു, മുശ്രിക്കായ ഒരാളെ നീ മുശ്രിക്കാക്കണില്ല, അതുകൊണ്ട് നീയും ആരാണ്, മുശ്രിക്കാണ് എന്ന്. ഞാൻ എന്ത് ചെയ്തിട്ടില്ല, അദ്ദേഹത്തെ മുശ്രിക്കാക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ എന്ത് ചെയ്തു, മുശ്രിക്കാക്കി. അതൊരു 12 വട്ടം 10-12 വട്ടം അദ്ദേഹം എഴുതിയത് അന്ത കാഫിർ എന്നാണ്, നീ കാഫിറാണ് എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം എഴുതിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഞാൻ അദ്ദേഹത്തിന് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ എന്നാണ് പറഞ്ഞത്. കാരണം എത്ര അപകടകരാണ് അദ്ദേഹത്തോട്. എന്നിട്ട് അദ്ദേഹം എന്നോട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിന് സത്യം വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വിളിച്ച സമയത്ത് അദ്ദേഹം ഭയങ്കര രോഷപ്പെട്ടുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് ഹുസൈൻ സലഫീനെ വിളിക്ക്, ഫൈസൽ മൗലവിനെ വിളിക്ക്, ഞാൻ സംസാരിക്കാൻ തയ്യാറാണ് എന്നൊക്കെ അദ്ദേഹം പറയാം. എന്നാൽ അദ്ദേഹത്തിന് അറബി പോലും മര്യാദയ്ക്ക് വായിക്കാൻ അറിയില്ല. അറബി വായിക്കാൻ അറിയാത്ത ഒരു സാധാരണക്കാരൻ എന്ത് ചെയ്യാണ്, ഈ വക വിഷയങ്ങളിൽ അകപ്പെട്ട് ഇതിൽ ചർച്ച ചെയ്ത് ഇത് ജനങ്ങൾക്കിടയിൽ ഈ വിഷയം ഇട്ടുകൊണ്ട് വസ്വാസം ഉണ്ടാക്കാൻ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ അഖീദ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മുടെ അഖീദ കാത്തു സൂക്ഷിക്കുക എന്നുള്ള. മറ്റൊരുത്തനെ കാഫിറാക്കി കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്, അവൻ അതിന് അർഹനല്ല എങ്കിൽ നിന്നിലേക്ക് അത് തിരിച്ചു വരുന്ന. അതുകൊണ്ട് വളരെ വലിയ സൂക്ഷ്മത അഖീദയുടെ വിഷയത്തിൽ, വിശ്വാസത്തിന്റെ വിഷയത്തിൽ നമ്മൾ ഒരാളെയും എന്ത് ചെയ്യാൻ പോണ്ട, ഒന്നിൽ നിന്നും പുറത്താക്കാൻ നമ്മൾ ആരും അർഹരല്ല എന്ന്. ആദ്യം നമ്മൾ അകത്താണോ എന്നുള്ളത് എന്ത് ചെയ്യാം, ഉറപ്പുവരുത്തുക. എന്നിട്ടാണ് എന്ത് ചെയ്യാം, ബാക്കിയുള്ളവരുത്തരെ പുറത്താക്കുക. അതുകൊണ്ട് വളരെ സൂക്ഷ്മത ആ വിഷയത്തിൽ ഉണ്ടാകണം. പ്രത്യേകിച്ചും സാധാരണക്കാർ ഒരു നിലക്കും അങ്ങനെ ഏതെങ്കിലും ഒരുത്തൻ സംസാരിച്ച് വരികയാണെങ്കിൽ തന്നെ അവനോട് എന്ത് ചെയ്യുക, സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ്. അത്തരം ആളുകളെ അവഗണിക്കുക എന്നുള്ളതാണ് ഏറ്റവും അനുയോജ്യമായ മാർഗമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 8ാമത്തെ മസ്അല, അന്ന ത്വാഗൂത ആമുൻ ഫീ കുല്ലി മാ ഉബിദ മിൻ ദൂനില്ലാഹ്. അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന ആളുകൾ എല്ലാ ആളുകളും ത്വാഗൂത്തുകളാണ്. എല്ലാ ആളുകളും വെടിയേണ്ട, അവരെ ഉപേക്ഷിക്കപ്പെടേണ്ട ആളുകളാണ്. 9ാമത്തെ മസ്അല, നമുക്ക് കുറച്ചൊന്ന് വേഗത്തിൽ പോകാൻ. സൂറത്തുൽ അൻആമിലെ 3 ആയത്തുകൾ, അതിലടങ്ങിയിട്ടുള്ള ഒരുപാട് പാഠങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വിവരിച്ചിട്ടുണ്ട്. 10ാമത്തേത് അൽ ആയാത്തുൽ മുഹ്കമാത്ത് ഫീ സൂറത്തുൽ ഇസ്രാ. സൂറത്തുൽ ഇസ്രായിൽ മുഹ്കമായ ചില ആയത്തുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താ മുഹ്കമായ ആയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമായ ആയത്ത് എന്നാണ്. വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് വിധിച്ചിട്ടുണ്ട്, അവനെയല്ലാതെ മറ്റാരെയും എന്ത് ചെയ്യരുത്, ആരാധിക്കരുത് എന്നാണ്. അവനെയല്ലാതെ ഒന്നിനെയും ആരാധിക്കരുത്. വളരെ വ്യക്തമായ ആയത്താണ്. അതോടൊപ്പം തന്നെ 11ാമത്തെ മസ്അല, ആയത്തു സൂറത്തിൻ നിസാ അല്ലതി തുസമ്മ ആയത്തുൽ ഹുഖൂഖിൽ 10 ബദഅഹാ ബിഖൗലിഹി തആല വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈആ. 11ാമത്തെ മസ്അല, സൂറത്തു അൻ-നിസായിലെ 10 ആയത്തുകൾ. ആ 10 ആയത്തുകളെ കുറിച്ച് പറയപ്പെടുന്നത് നമ്മുടെ ബാധ്യതകളായി എണ്ണപ്പെടുന്ന 10 ആയത്തുകളാണെന്ന്. അതിൽ 1ാമത്തെ ബാധ്യതയായി അള്ളാഹു ഉണ്ണീത് എന്താ, തൗഹീദാണ്. തൗഹീദാണ് എന്ത് ചെയ്യേണ്ടത്, അവൻ ഉൾക്കൊള്ളേണ്ടത് എന്ന വിഷയം. 12ാമത്തെ മസ്അല, അത്തൻബീഹു അലാ വസിയ്യത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇൻദ മൗതിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന സമയത്ത് നൽകിയ വസിയ്യത്താണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതൊരു വസിയ്യത്തായി പറഞ്ഞിട്ടില്ല, മറിച്ച് നബി എന്ത് വസിയ്യത്തായി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വിശുദ്ധ ഖുർആനിനെ മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ വിശുദ്ധ ഖുർആനിനെ മുറുകെ പിടിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആ ഖുർആനിൽ അടങ്ങിയ ഒരു വിഷയമാണ് എന്ത്, ഖുൽ തആലു അത്ലു മാ ഹറമ റബ്ബുകും അലൈക്കും
നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് എന്താണോ ഹറാമാക്കിയത് അത് ഞാൻ നിങ്ങൾക്ക് പാരായണം ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട്. അതെന്താ? നിങ്ങൾക്ക് ഹറാമാക്കിയ വിഷയം എന്താ? എന്ത് ചെയ്യാൻ പാടില്ല? ശിർക്ക് അള്ളാഹുവിൽ വെച്ച് പുലർത്താൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. 13-ാമത്തേത് മഅരിഫതു ഹഖ്ഖില്ലാഹി അലൈന. അള്ളാഹുവിന്റെ വിഷയത്തിൽ നമുക്കുള്ള ബാധ്യത എന്താ? അള്ളാഹനെ മാത്രം ആരാധിക്കുക, അവനിൽ പങ്കു ചേർക്കാതിരിക്കുക. 14-ാമത്തെ മസ്അല, അങ്ങനെ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചു, അള്ളാഹുവിൽ പങ്കു ചേർത്തിട്ടില്ല എങ്കിൽ അള്ളാഹു എന്താ ചെയ്യാം? അള്ളാഹു ഒരിക്കലും അവനെ ശിക്ഷിക്കുകയില്ല, അവനെ നരകത്തിൽ ശാശ്വതനാക്കുകയുമില്ല എന്ന്. അതായത് തൗഹീദ് ഉണ്ടോ ഓ നരകത്തിൽ ശാശ്വതനാവൂല, ഓനെന്ത് ചെയ്യും? സ്വർഗത്തിലേക്ക് എത്തും. പക്ഷെ ഇത് ചില ആളുകൾ മനസ്സിലാക്കിയത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓ തൗഹീദ് ഉണ്ട്, എന്തും ചെയ്യാം, നമുക്ക് ചെയ്യാന്ന്. അത് തൗഹീദ് ഒരു സർട്ടിഫിക്കറ്റ് ആണ്. എന്തിനുള്ള? എന്ത് തോന്നിവാസവും ചെയ്യാനുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ടാണ് ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ചില ആളുകൾ പറയുന്നത് എന്ത് തിന്മ ചെയ്താലും പ്രശ്നമില്ല, എന്തായാലും ചെയ്യും, ഒരു കാലുണ്ടല്ലോ, സ്വർഗത്തിലേക്ക് എത്തുന്ന ഒരു കാലുണ്ടല്ലോ എന്നാണ് പറയാം. അതായത് നമുക്കൊരിക്കലും താങ്ങാൻ പറ്റൂല, നരകത്തിലെ ഒരു ദിവസം പോലും നമുക്ക് സഹിക്കുന്നതിലും അപ്പുറമാണ്. അപ്പൊ അത് നമ്മൾ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. ആദ്യഘട്ടത്തിൽ തന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതല്ലാതെ നരകത്ത് കയറി പിന്നെ സ്വർഗത്ത് കയറുമല്ലോ എന്ന ഒരു ചിന്ത പോലും നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകാൻ പാടില്ല എന്നാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. 15-ാമത്തെ മസ്അല, അന്ന ഹാദിഹിൽ മസ്അല ലാ യഅരിഫുഹാ അക്സറു സ്വഹാബ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവോട് ചോദിക്കുന്നുണ്ടാ, അതദ്രി, നിനക്കറിയുമോ മുആദ്, എന്താണ് നിനക്ക് അള്ളാഹുവിനോടുള്ള ബാധ്യത എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താ? അല്ലാഹു വറസൂലുഹു അഅലം. അപ്പൊ മുആദ് റളിയല്ലാഹു അൻഹു ആ സമയത്ത് മറുപടി പറഞ്ഞത് എന്താ? അല്ലാഹു വറസൂലുഹു അഅലം എന്നാണ്. അതായത് ഏറ്റവും വലിയ മസ്അലയാണ് ചോദിച്ചത്. പക്ഷേ മുആദ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തിട്ടില്ല? അത് അറിഞ്ഞിട്ടില്ല. അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില കാര്യങ്ങൾ അത് ചിലപ്പോൾ സാധാരണക്കാർക്ക് അറിയുന്നുണ്ടാവും, ചിലപ്പോൾ പണ്ഡിതന്മാർക്ക് എന്ത് ചെയ്യുന്നുണ്ടാവൂല? അറിയുന്നുണ്ടാവൂല. അങ്ങനെ ഉണ്ടാകാം. അതായത് ഏറ്റവും വലിയ മസ്അല പോലും ചിലപ്പോൾ അറിവിന്റെ വിഷയത്തിൽ ഏറ്റവും ഉന്നതന്മാരായ ആളുകൾ പോലും ചില സന്ദർഭത്തിൽ അത് എന്ത് ചെയ്യണമെന്നില്ല, അവർക്ക് ഓർത്തെടുക്കാൻ സാധിക്കണമെന്നോ അവരറിഞ്ഞുകൊള്ളണമോ എന്നില്ല എന്ന്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നത്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് വല്യുമ്മ, അതായത് വല്യുമ്മക്ക് എത്രയാണ് അനന്തര സ്വത്ത് കിട്ടുന്നത് എന്ന വിഷയം അദ്ദേഹത്തിന് അറിഞ്ഞിരുന്നില്ല എന്ന്. അദ്ദേഹത്തിന് ബാക്കിയുള്ള സ്വഹാബാക്കളാണ് എന്ത് ചെയ്തത്? അത് പഠിപ്പിച്ചു കൊടുത്തത്. ഇങ്ങനെയല്ല, ആ വിഷയത്തിൽ ഇന്നതാണ് നിയമം എന്ന് പഠിപ്പിച്ചു കൊടുക്കണ്ടായിന്ന. ഇഅ്ലാമുൽ മുവഖ്ഖിഈൻ എന്ന ഇബ്നുൽ ഖയ്യിം റഹ്മഹുള്ളയുടെ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, സ്വഹാബാക്കൾക്ക് ഗോപ്യമായി പോയ ചില മസ്അലകൾ എന്ന് പറഞ്ഞിട്ട് ഓരോ സ്വഹാബാക്കളെയും എടുത്ത് വിവരിക്കുന്നതായി കാണാൻ പറ്റും. അതേപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിന് അറിയാതെ പോയൊരു വിഷയമാണ്, ജനാബത്തുകാരനായാൽ അവൻ എന്ത് ചെയ്യാം? വെള്ളമില്ലെങ്കിൽ തയമ്മുമുണ്ട്. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തിട്ടില്ല? അത് മനസ്സിലായിട്ടില്ല എന്നാണ്. പിന്നെന്ത് ചെയ്തു? ചില സഹാബാക്കൾ പഠിപ്പിച്ചു കൊടുത്തപ്പോഴാണ്, മനസ്സിലാക്കി കൊടുത്തപ്പോഴാണ് ആ കാര്യം തിരിച്ചറിഞ്ഞത് എന്ന്. എന്നാൽ സഹാബാക്കൾ കഴിഞ്ഞ് താബിഈങ്ങളുടെ കാലഘട്ടം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മസ്അലകൾ എന്തുണ്ട്? അവരറിയാതെ പോയിട്ടുണ്ട്. എന്തിനേക്കാളും സഹാബാക്കൾ അറിഞ്ഞതിനേക്കാളും ഈ പറയുന്ന ആളുകൾ ഒരുപാട് മസ്അലകൾ താബിഈങ്ങൾക്ക് അറിയാതെ പോകുക, ഗോപ്യമായി പോകുക എന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടായിട്ടുണ്ട് എന്ന്. 16-ാമത്തേത് ജവാസു കിത്മാനിൽ ഇൽമി ലിൽ മസ്ലഹ. അറിവ് മറച്ചു വെക്കാൻ പറ്റും. എന്തിന്റെ പേരിൽ? മസ്ലഹത്തുണ്ട് എങ്കിൽ. അതായത് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാകുമെങ്കിൽ എന്ത് ചെയ്യാം? അറിവ് മറച്ചു വെക്കാന്ന്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞത്? നീ ഇത് പറഞ്ഞു കൊടുക്കണ്ട എന്ന് പറഞ്ഞത്. പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആളുകൾ തവക്കുൽ ചെയ്യും, ആളുകൾ അതിൽ ആസ്പദമാക്കി ജീവിക്കും. അതുകൊണ്ട് നീ പറഞ്ഞു കൊടുക്കണ്ട എന്ന് പറഞ്ഞു. അത് പറഞ്ഞു കൊടുക്കണ്ട എന്നതിന്റെ ഉദ്ദേശം എന്തല്ല? കാലാകാലം പറഞ്ഞു കൊടുക്കണ്ട എന്നാണോ? അല്ല, മറിച്ച് ആ അവസരം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? പറഞ്ഞു കൊടുക്കാം. ആ സന്ദർഭവും സാഹചര്യവും കിട്ടിക്കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കുന്നതിന് പ്രശ്നമില്ല എന്നാണ്. ചില ഉലമാക്കൾ പറയുന്നത്, ലാ തബ്ദുൽ ഇൽമക ലിമൻ ലാ യസ്അലുഹു, ചോദിക്കാത്തവന് നീ എന്ത് ചെയ്യണ്ട? അറിവ് പറഞ്ഞു കൊടുക്കണ്ടെന്നാണ്. വലാ തൻസുർ അല്ലുലുഹ ഇൻദമൻ ലാ യൽതഖിതുഹു, മുത്തുകളും പവിഴങ്ങളൊക്കെ അത് പെറുക്കിയെടുക്കുന്നവനാണ് എന്ത് ചെയ്യുക? കിട്ടുക. നമ്മൾ അങ്ങോട്ട് പോയിട്ട് ആർക്കെങ്കിലും കൊടുക്കോ? ഇല്ല. അതുപോലെയാണ് അറിവിന്റെ വിഷയം എന്നാണ്. വലാ തൻഷുർ ബിലാഅതക ഇൻദമൻ യക്സിദുഹാ അലൈക. അതേപോലെ തന്നെ മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാഹ് പറയുന്നത്, യാ ആഹുലാഹി ഇന്നൽ കൽബ ഇദാ തുരിഹ ഇലൈഹി അദ്ദഹബു വൽ ഫിദ്ദതു ലം യഅരിഫ്ഹുമാ. ഒരു പട്ടിയുടെ അടുക്കൽ ചെന്നിട്ട് എന്ത് ചെയ്യാണ്? നമ്മൾ പൊന്നും അതേപോലെ തന്നെ വെള്ളിയൊക്കെ ഇട്ട് കൊടുക്കാൻ. അത് തിന്നോ? ഒരിക്കലും അത് തിന്നൂല. എന്നാൽ അതേ സമയത്ത് എല്ലിട്ട് കൊടുത്താലോ? അത് തിന്നും. എന്തുകൊണ്ടാണ്? കദാലിക സുഫഹാഹുക്കും ലാ യഅരിഫൂനൽ ഹഖ്ക,
അതുപോലെയാണ് നിങ്ങളുടെ കൂട്ടത്തിലെ വിഡ്ഢികൾ. അവർക്ക് എന്ത് ചെയ്യൂല? ഹക്കറിയില്ല. എല്ലാ ഇൽമും അവർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യരുത്? എല്ലാം പറഞ്ഞു കൊടുക്കരുത് എന്ന് പറയാൻ. അതേപോലെ ഇബ്നു വഹബ് റഹിമഹുല്ലാഹ് പറയാൻ, എന്നോട് മാലിക് ഇബ്നു അനസ് പറഞ്ഞു, ഇഅലം, നീ അറിയണം, അന്നഹു ലൈസ യസ്ലമു റജുലുൻ ഹദ്ദസ ബികുല്ലി മാ സമിഅ, കേട്ടതെല്ലാം പറഞ്ഞു കൊടുക്കാം, പഠിച്ച ഇൽമെല്ലാം വിളമ്പുക എന്നുള്ളത് എന്തല്ല, ഒരിക്കലും അനുയോജ്യമായതല്ല. അവൻ ജനങ്ങളുടെ ആക്ഷേപത്തിൽ നിന്ന് സുരക്ഷിതനാവുകയില്ല എന്നാണ്. വലാ യകൂനു ഇമാമൻ അബദ, ഓനൊരിക്കലും ഇമാമാകൂല. കേട്ടതെല്ലാം എന്ത് ചെയ്യാ? പറഞ്ഞു കൊടുക്കുക. ചില ആളുകളുണ്ട് ഫേസ്ബുക്കിലൊക്കെ വന്നിട്ട് എന്ത് ചെയ്യാം, ഇവര് വായിച്ചതും കേട്ടതും ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം. കാരണം ഫേസ്ബുക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എല്ലാത്തരം ആളുകളുണ്ടാകും. അതായത് പറഞ്ഞു കൊടുക്കുന്നത് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ആളുകൾ വരെ ഉണ്ടാകും. അവര് വരെ വായിച്ചിട്ട് അതിനെതിരെ പറയുന്ന അവസ്ഥയാണ് എന്ത് ചെയ്യാ പിന്നെ ഉണ്ടാകുക എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രചരിപ്പിക്കുന്ന സമയത്ത്, പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതാണ് എന്ത് ചെയ്യേണ്ടത്? പറഞ്ഞു കൊടുക്കേണ്ടത്. ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത് എന്നതിന്റെ ഉദ്ദേശം എന്തല്ല, അതായത് അവരുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത് എന്നല്ല അതിന്റെ ഉദ്ദേശം. മറിച്ച് നമ്മൾ ഭയങ്കര വലിയ വലിയ മസാലകൾ സാധാരണക്കാർക്ക് ഒരിക്കലും ദഹിക്കാൻ പറ്റാത്ത കോലത്തിലുള്ളത് പറഞ്ഞു കൊടുക്കരുത് എന്നാണ് പറഞ്ഞത്. വഹുവ യുഹദ്ദിസു ബികുല്ലി മാ സമിഅ ലാ യകൂനു റജുലു ഇമാമൻ യുഖ്തദാ ബിഹി ഹത്താ യുംസിക അൻ ബഅദി മാ സമിഅ, ഒരാൾ ദീനിലെ ഇമാമായി മാറുകയില്ല എപ്പോഴല്ലാതെ അവൻ ചില കാര്യങ്ങൾ പറയുന്നതിന് തൊട്ട് വിട്ടു നിൽക്കണം. എല്ലാം എല്ലാ ജനങ്ങളോടും പറയേണ്ടതല്ല, മറിച്ച് സന്ദർഭവും സാഹചര്യവും ഒക്കെ മനസ്സിലാക്കി ആരോടാണോ പറയേണ്ടത് അവരോട് മാത്രമാണ് പറയുക. 17ാമത്തെ മസ്അല, ഇസ്തിഹ്ബാബു ബിശാറത്തിൽ മുസ്ലിമി ബിമാ യസുറുഹു, ഒരു മുസ്ലിമിന് അവൻ ഇഷ്ടപ്പെടുന്ന, അവന് സന്തോഷമുണ്ടാക്കുന്ന കാര്യം പറഞ്ഞു കൊടുക്കുക എന്നത് നല്ലതാണെന്ന്, സുന്നത്താണെന്ന്. അതായത് എപ്പോഴും എന്ത് ചെയ്യാം, നല്ലത് പ്രചരിപ്പിക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറണം. നല്ലത് പറയുന്ന, സന്തോഷമുണ്ടാക്കുന്ന വാക്കുകളാണ് നമ്മൾ പറയേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ലി അൻ അംശിയ മഅ അഖിൻ ഫീ ഹാജത്തിൻ, ഒരു സഹോദരന്റെ ആവശ്യം പൂർത്തീകരിക്കുക, ആ ആവശ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അവന്റെ പിന്നിൽ നടക്കുക എന്നതാണ് എന്റെ ഈ പള്ളിയിൽ മസ്ജിദുൻ നബവിയിൽ ഒരു മാസം ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നതെന്നാണ്. അതായത് നമ്മുടെ സഹോദരന്റെ ആവശ്യം മനസ്സിലാക്കി ആ ആവശ്യം പൂർത്തീകരിക്കുന്നതിന് അത്രയും ഫദ്ലുണ്ട് എന്നാണ്. കാരണം അത് അവന് സന്തോഷം ഉണ്ടാക്കുന്നതാണ്, അവന് സമാധാനം ഉണ്ടാക്കുന്നതാണ്. 18ാമത്തെ മസ്അലയായിട്ട് മനസ്സിലാക്കേണ്ടത് അൽ ഖൗഫു മിനൽ ഇത്തികാലി അലാ സിഅതി റഹ്മത്തില്ലാ. ചില ആളുകൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ വിഷയത്തിൽ അതിര് കടക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു കാരുണ്യവാനാണ്, എത്ര തിന്മ ചെയ്താലും എന്ത് ചെയ്യുന്നുണ്ട്, അള്ളാഹു പുറത്തു തരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഇങ്ങനെ തിന്മ ചെയ്യുന്ന ആളുകൾ. അതൊരിക്കലും എന്തല്ല, ശരിയായ നിലപാടല്ല എന്നുള്ളതാണ്. അള്ളാഹു എപ്പോഴാണ് ഒരു പിടുത്തം പിടിക്കുക എന്ന് പറയാൻ പറ്റൂല. ചില ആളുകള് ഹറാം ഇങ്ങനെ ചെയ്യും, എന്നിട്ടും ദുനിയാവ് അവർക്ക് തുറക്കപ്പെട്ടിട്ടുണ്ടാവും. ചില സുഹൃത്തുക്കൾ പറയുന്നത്, ഓൻ ഫുള്ള് ഹറാമിലാണ് അവന്റെ കച്ചവടം, പക്ഷെ ഭയങ്കര ബറക്കത്താണ് എന്നാണ്. ബറക്കത്തിനൊരു രക്ഷയില്ലാത്ത ബറക്കത്താണ് അവനക്ക് കിട്ടുന്നത്. ഞാനോ എല്ലാ നിലക്കും ഹലാലായിട്ടാണ് ചെയ്യുന്നത്, എനിക്കെന്ത് ചെയ്യുന്നില്ല, ആ കോലത്തിൽ കിട്ടണില്ല എന്ന് ചില ആളുകൾ വേവലാതി പറയാറുണ്ട്. അവിടെ വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, അള്ളാഹു അതിൽ പറഞ്ഞു വെക്കുന്നത്, അള്ളാഹു ചില ആളുകൾക്ക് ദുനിയാവ് തുറന്നു കൊടുക്കും. എങ്ങനെ? ഹറാമ് ചെയ്യുന്ന ആളുകൾക്ക് ദുനിയാവ് തുറന്നു കൊടുക്കും. അങ്ങനെ ഓനെന്ത് ചെയ്യും, ആ ഹറാമിൽ തുടർന്നു പോകും. കാരണം ഓൻ വിചാരിക്കുന്നുണ്ട് അള്ളാഹ് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ്. അള്ളാഹ് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, അതിൽ ഇങ്ങനെ തുടർന്നു പോകും. എന്നിട്ട് അള്ളാഹ് ഒറ്റപ്പെടുത്തും ചെയ്യും, ഓനെ പിടിക്കുന്നതാണ്. ഏതിലായിട്ടാ പിടിക്കുക? ആ ഹറാമിലായിക്കൊണ്ട് തന്നെ അവൻ മരണപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. അത് വല്ലാത്ത വളരെ മോശമായ ആഖിബത്താണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എപ്പോഴാണ് ഒരു കാര്യം അനുഗ്രഹമാവുക, എപ്പോഴാണ് ഒരു കാര്യം ശിക്ഷയാവുക എന്ന് തിരിച്ചറിയേണ്ടത് ഇവിടെയാണ്. നമ്മൾ തിന്മ ചെയ്തിട്ടും നമ്മുടെ ജീവിതം വളരെ സുഖകരമായിട്ടാണ് പോകുന്നതെങ്കിൽ മനസ്സിലാക്കിക്കോ, അള്ളാഹുവിന്റെ പിടുത്തം അടുത്ത് തന്നെ ഉണ്ട് എന്നാണ്. ഇനി അതല്ല, നന്മ ചെയ്തിട്ടാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിലോ അത് അള്ളാഹിന്റെ അനുഗ്രഹമാണ്. തിന്മ ചെയ്തിട്ടാണ് അനുഗ്രഹം ലഭിക്കുന്നതെങ്കിൽ അതെന്തല്ല, അനുഗ്രഹമല്ല, ഇസ്തിദ്റാജ് എന്നാണ് അതിനെ പറയാം. അള്ളാഹിന്റെ പരീക്ഷണാണ്. അള്ളാഹ് പെട്ടെന്ന് എന്ത് ചെയ്യും, പിടികൂടും. 19ാമത്തെ മസ്അല, അറിയാത്ത കാര്യമാണെങ്കിൽ അള്ളാഹു വറസൂലുഹു അഅലം എന്ന് പറയണം. അപ്പൊ ഇവിടെ അറിയാത്ത കാര്യം എന്ന് പറയുമ്പോൾ ദീനിന്റെ വിഷയത്തിൽ ഉള്ള അറിയാത്ത കാര്യങ്ങളാണ്. ഇപ്പൊ ഒരാൾ നമ്മളോട് ചോദിക്കണം, ഈ പള്ളിയിൽ എത്ര ഫാൻ ഉണ്ട് എന്ന് നമ്മളോട് ഒരാൾ ചോദിച്ചു. അപ്പൊ നമ്മളിങ്ങനെ നോക്കി നമുക്ക് കാണുന്നതൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് നമ്മൾ പറഞ്ഞു അള്ളാഹു ആലം, അള്ളാഹ്ക്കാണ് കൂടുതൽ അറിയാം എന്ന് പറയാം, പ്രശ്നമില്ല. എന്നാൽ അതേ സമയത്ത് അള്ളാഹു റസൂലുഹു ആലം എന്ന് പറയാൻ പറ്റോ? ഇല്ല. ദീനീപരമല്ലാത്ത കാര്യത്തിൽ ഒരിക്കലും റസൂലിനെ എന്ത് ചെയ്യാൻ പറ്റൂല, കൂട്ടിച്ചേർക്കാൻ പറ്റൂല. റസൂലിനെ കൂട്ടിച്ചേർക്കാൻ പറ്റുക ദീനീപരമായ വിഷയത്തിൽ മാത്രം.
അപ്പൊ നാളെ മഴ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരുത്തരം ചോദിക്കാം, നാളെ മഴ വരാൻ സാധ്യത ഉണ്ടോ, നാളെ മഴ പെയ്യുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം അല്ലാഹു അഅലം. അവിടെ എന്ത് ചേർക്കാൻ പാടില്ല? റസൂലിനെ ചേർക്കാൻ പാടില്ല. എന്നാൽ ദീനിന്റെ വിഷയത്തിലാണെങ്കിൽ എന്ത് ചെയ്യാം? റസൂലിനെ ചേർക്കാം. അതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉള്ള കാലത്ത് റസൂലിനെ ചേർത്ത് പറയലാണ് ഉത്തമം. എന്നാൽ റസൂലിന്റെ വഫാത്തിന് ശേഷമാണെങ്കിൽ അല്ലാഹു അഅലം എന്ന് പറയലാണ് ഉത്തമം, ദീനിന്റെ വിഷയത്തിലാണെങ്കിൽ പോലും. എന്നാൽ അല്ലാഹു റസൂലുഹു അഅലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റല്ല, അത് അനുവദനീയമായ വിഷയമാണ്. ഇനി 20ാമത്തെ മസ്അല, ജവാസു തഖ്സീസി ബഅദിൻ നാസി ബിൽ ഇൽമി ദൂന ബഅദിൻ. അറിവ് കൊടുക്കുന്ന സമയത്ത് ചില ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അറിവ് കൊടുക്കാന്ന്. കുട്ടികളെ മാത്രം ലക്ഷ്യം വെക്കുന്നു, യുവാക്കളെ മാത്രം ലക്ഷ്യം വെക്കുന്നു, യുവതികളെ മാത്രം ലക്ഷ്യം വെക്കുന്നു. അതെന്തല്ല, ദഅവത്തിനെ ഛിന്ന ഭിന്നമാക്കുന്നതല്ല. ചില ആളുകൾ വിമർശനമായ ഒരു കാലത്ത് ഉന്നയിച്ചതാണെന്ത്, ഇവര് ദഅവത്ത് ചെയ്യുമ്പോൾ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, വ്യത്യസ്തപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ദീനല്ലേ പറഞ്ഞു കൊടുക്കുന്നത്, എല്ലാവർക്കും ഒരേ നിലക്കല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത് എന്നൊക്കെ ചില ആളുകൾ മുമ്പ് പറഞ്ഞിരുന്നു. അത് ശരിയല്ല. ഈ പറയുന്നതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് റളിയല്ലാഹു അൻഹുവിന് ആ കാര്യം പറഞ്ഞു കൊടുത്തു. എന്നാൽ ആർക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തിട്ടില്ല എന്ന്. 21ാമത്തെ മസ്അല, തവാദുഉഹു ലിറുകൂബിൽ ഹിമാരി മഅൽ ഇർദാഫി അലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കഴുതയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെയും കൂടെ കയറ്റുന്നുണ്ട്? മുആദ് റളിയല്ലാഹു അൻഹുവിനെയും കൂടെ കയറ്റുന്നുണ്ട്. റസൂലിന്റെ വിനയാണ്, റസൂലിന്റെ വിനയത്തെ അറിയിക്കുന്ന വിഷയമാണ്. 22ാമത്തെ മസ്അല, ജവാസുൽ ഇർദാഫി അല ദാബ്ബ. അതായത് ഒരു മൃഗമുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ കയറ്റുക എന്നുള്ളത് അനുവദനീയമാണ്. എത്ര ആളുകളെ കയറ്റാൻ പറ്റും? 1 2? അതായത് അതിന് ബുദ്ധിമുട്ടാകാത്ത കാലത്തോളം, അതിന് ബുദ്ധിമുട്ടുണ്ടാകാത്ത നിലക്ക് എത്ര ആളുകളെയും എന്ത് ചെയ്യാം? കയറ്റാം. അതായത് 3 ആളുകളെ കയറ്റാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഹദീസ് ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അത് ദുർബലാണ്. അതുകൊണ്ട് 4 5 6 ഒക്കെ കയറ്റാം. പക്ഷെ അവിടെ ഷർത്തുണ്ട്. അത് മൃഗത്തിന്റെ വിഷയത്തിൽ പോലും ഇസ്ലാമിന് എന്തുണ്ട്? കൃത്യമായ കാഴ്ചപ്പാടുണ്ട് എന്നാണ്. അതിന് ബുദ്ധിമുട്ടാകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല? കയറ്റാൻ പാടില്ല. അതിന് 2 ആൾക്കാരെ ഇരുത്തിയപ്പോ തന്നെ എന്ത് ചെയ്തു? അത് മുട്ടുകുത്തി. ഇന്നെന്ത് ചെയ്യാൻ പാടില്ല? 2ാമത്തോനെ ഇരുത്തി സഞ്ചരിക്കാൻ പാടില്ല. അങ്ങനെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറ്റക്കാരനാകും. അതാണ് ഒരു സ്ത്രീയുടെ വിഷയത്തിൽ പറഞ്ഞത്. പൂച്ചയുടെ വിഷയത്തിൽ ആ സ്ത്രീ എന്ത് ചെയ്തു? നരകത്തിൽ പ്രവേശിച്ചു എന്ന് പറയുന്നത്. അതുകൊണ്ട് 1ാമത്തെ ഷർത്ത് എന്നത് അതിന് താങ്ങാൻ പറ്റുന്നതായിരിക്കണം എന്നുള്ളതാണ്. 1ാമത്തേത് അതിനത് താങ്ങാൻ പറ്റണം. 2ാമത്തേത് എല്ലാ മൃഗത്തിന്റെ മുകളിലും കയറിയിരിക്കാൻ പറ്റുമോ? പൂച്ചന്റെ മുകളിൽ കയറിയിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ കയറിയിരിക്കാൻ പറ്റുന്ന മൃഗമുണ്ട്, അതിന്റെ പുറത്ത് മാത്രമേ കയറിയിരിക്കാൻ പാടുള്ളൂ എന്നാണ്. അല്ലാത്തതിന്റെ മുകളിൽ കയറിയിരുന്നാൽ ഹറാമാണ്, കുറ്റാണ് നമുക്ക് കിട്ടുക. നമ്മളെന്ത് ചെയ്യും? അതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന് ഭയപ്പെടണം. അപ്പൊ അതുകൊണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമാണ്, വിഷയങ്ങളിലുള്ള നിലപാട് വളരെ കൃത്യമാണെന്നുള്ളത്. അതുകൊണ്ടാണ് ഇസ്ലാം പലപ്പോഴും ലൈവായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഇസ്ലാം ജനങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അടുത്ത മസ്അല 23ാമത്തേത്, ഇൽമു ശഅനി ഹാദിഹിൽ മസ്അല ഹൈതു അഖ്ബറ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദൻ വജഅലഹാ മിനൽ ഉമൂരി അല്ലതി യുബശ്ശിറു ബിഹാ. 24 ഫദീലത്തു മുആദ് റളിയല്ലാഹു അൻഹു. മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലാഹുവിന് നമ്മൾ നൽകേണ്ട ബാധ്യതയും അല്ലാഹു നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള കാര്യവും. അവസാനത്തെ മസ്അലയായി പറയുന്നത് മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ശ്രേഷ്ഠതയാണ്. ഈ പറയുന്ന 24 മസ്അലകളാണ് ആദ്യത്തെ അധ്യായത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. ആദ്യത്തെ അധ്യായത്തിന്റെ ചുരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൗഹീദ് നിർബന്ധമാണ് എന്നാണ്. നമ്മൾ ഏത് സംസാരം കേൾക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന സംസാരങ്ങളൊക്കെ നമ്മുടെ തൗഹീദിനെ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഉയർത്തേണ്ടതുണ്ട്. തൗഹീദിന്റെ പൂർണ്ണതയിലേക്ക് എത്തുക എന്നതായിരിക്കണം ജീവിതത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം. ആ പൂർണ്ണതയിലേക്ക് എത്തുമ്പോഴാണ് ജീവിതം വല്ലാത്ത ഒരു അനുഭൂതിയായി, സന്തോഷം നൽകുന്നതായി, സമാധാനം നൽകുന്നതായി എന്ത് ചെയ്യും? ജീവിതം മാറും. പക്ഷെ എന്ത് ചെയ്യണം? തൗഹീദ് ആ ഒരു ഉന്നതിയിലേക്ക് എത്തണം. ഇൻഷാ അല്ലാഹ് അടുത്ത അധ്യായം എന്നുള്ളത് തൗഹീദ് സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ, തൗഹീദ് പൂർണ്ണമായി കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കുന്ന നേട്ടങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ് ഹിസാബില്ലാതെ എന്ത് ചെയ്യും? സ്വർഗത്തേക്ക് പ്രവേശിക്കാൻ പറ്റും. അവരുടെ വിശേഷണങ്ങൾ എന്താണ്? ഹിസാബില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ പുലർത്തണം എന്നിങ്ങനെയുള്ളതാണ് ഇൻഷാ അല്ലാഹ് അടുത്ത അധ്യായത്തിൽ വിവരിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല തൗഹീദ് ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും ആ തൗഹീദോടുകൂടി തന്നെ മരണപ്പെടാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ.